ഹലോ മക്കളെ, സോറത്താത്താക്ക് ഇന്നും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീട് മാറലാണ്. സാധനങ്ങളൊക്കെ അത് പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ കൊണ്ടുപോയേക്കാണ്, കുറേയൊക്കെ പിറക്കാതെ കണ്ട. സോറത്താത്താൻ്റെ മുറിയൊക്കെ കണ്ട. സാധനങ്ങൾ ഇവിടെ നിന്നൊക്കെ കുറേ കൊണ്ടുപോയി. എല്ലാം അലങ്കോലായൊക്കെ കിടക്കണേണ്. എന്താ വീട് മാറുമ്പോൾ ഒരു പണിയാണല്ലോ അത്. കണ്ടോ, എല്ലാ അലങ്കോലായൊക്കെ കിടക്കുകയാണ്. ഒതുക്കലും പറക്കലൊക്കെയാണ്. ഇനി ഒരാഴ്ചയൊക്കെ പിടിക്കും. എന്തായാലും സോറത്താത്താൻ്റെ മുറിയിലുള്ള സോറത്താത്താൻ്റെ സാധനങ്ങളൊക്കെ നിരന്ന് കിടക്കണം. കണ്ട, കുറേയൊക്കെ കൊണ്ടുപോയി. ഇനി ബാക്കിയൊക്കെ കൊണ്ടുപോകാനുണ്ട്. കിട്ടിയിരിക്കാനാണെങ്കിൽ മുകളിലാണ്. എൻ്റെ പൂച്ചനെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് അതാണ് വിഷം. എൻ്റെ പൂച്ചനെ കൊണ്ടുപോകാൻ പറ്റൂല. മുകളിലാണ് എപ്പോഴും. എനിക്ക് ഇറങ്ങാൻ പറ്റൂല അവനെ നോക്കാൻ. എൻ്റെ ഒരു കൂട്ടുകാരത്തിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൂച്ചനെ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്ന് വളർന്നോളും. നാടൻ പൂച്ചക്കാണ് ബുദ്ധി കൂടുതൽ. അവിടെ എല്ലാ ഒതുക്കലും പറക്കലും ഒക്കെയാണ്. ഇനിയും കുറേ കൊണ്ടുപോകാനുണ്ട്. മോളിൽ കയറ്റണ്ടേ. മോനും കൂട്ടുകാരൊക്കെ കൂടി വന്ന് കൊണ്ടുപോയേക്കണം. ഉണ്ട് എല്ലാ അലങ്കോലായി കിടക്കുകയാണ്. 4 കൊല്ലമായി ഇതിൽ താമസിക്കുന്നത്. ഇത് സ്വന്തക്കാരെ വീടാണ്. മാറാനൊന്നും പറഞ്ഞിട്ടില്ല, മാറാൻ പറയില്ല. പക്ഷേ മരുമോളൊരു സ്വന്തക്കാരെ മോളിൽ ഞങ്ങൾക്ക് പണിഞ്ഞിട്ട് പണയത്തിന് തരുന്നുണ്ട്. അവിടെ പണി ഒരുവിധം തീർന്നിഞ്ഞുണ്ട്, തീർക്കാനുണ്ട്. അപ്പം അങ്ങോട്ടാണ് മാറാൻ പോണത്. മറ്റന്നാൾ താമസിക്കും. ഇന്നും നാളെയൊക്കെ സാധനം പിറക്കൽ 24, 25-ാം തീയതി 26-ാം തീയതിയോടുകൂടിയൊക്കെ അങ്ങോട്ട് മാറും. എന്താ ഈ മറ്റുള്ള വീടുകളൊക്കെ ഞാൻ താമസിച്ചത് എല്ലാ വീടുകളിലും എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാട്ടുപാടി വൈറലായി. പിന്നെ എന്നെ കിണ്ണങ്കാച്ചി കിടക്കാച്ചി കടയിൽ കൊണ്ടുപോയി. തൊപ്പി വന്നു. കിണ്ണങ്കാച്ചി കിടക്കാച്ചി കടയിൽ 2 പ്രാവശ്യം കൊണ്ടുപോയി. തൊപ്പി വന്നു. പിന്നെ എനിക്ക് വേറെ ഒരുപാട് ഈ ഇതൊക്കെ കിട്ടിയായിരുന്നു. ഇപ്പം ഒന്നും ഇല്ല അങ്ങനെ. വെഡ്ഡിങ് വിഷ്വല്, ബർത്ത്ഡേ വിഷ്വല്, ഇങ്ങനെ ഓരോരുത്തർ അതൊക്കെ തന്ന് വണ്ടി എടുക്കുമ്പോൾ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ തന്നിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എല്ലാം ശരിയായി വരും. പിന്നെ നമ്മളെ പണിയെടുത്ത് ജീവിക്കണമെന്നൊന്നുമില്ല. ഇപ്പം മക്കൾ നോക്കിക്കോളും. ഇത്രയും പ്രായമായില്ല. പിന്നെ പാട്ടൊന്നും ഞാൻ അങ്ങനെ നിർത്താനൊന്നും വെച്ചിട്ടില്ല. ആവതുള്ളിടത്തോളം പാടും. ആവതില്ലാതെ വരുമ്പോൾ ഒക്കെ നിർത്തും. പക്ഷെ ആവതെന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ ചെയ്യും. പിന്നെ കമൻറ്റിൽ ഓരോരുത്തർ നല്ലത് പറഞ്ഞ് അവരവരെ വീട്ടിൽ ഉമ്മമാരെയും പെങ്ങന്മാരെയൊക്കെ വിളിക്കണമെന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. അതൊന്നും ഞാൻ മെയിൻ ചെയ്യാറില്ല കേട്ടാ. നമുക്ക് കമൻ്റൊന്നും ഞാൻ അത്രയധികം ആയിട്ട് അങ്ങനെ നോക്കാറുമില്ല. അതൊക്കെ നേരം പോക്കായിട്ട് കരുതിയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പണിയിലും കുശുമ്പുള്ളവരുണ്ടാവും. അത് ഞാൻ ഇത്രയും കാലം വരെ എടുത്ത പണിയിലൊക്കെ കുശുമ്പന്മാരുണ്ടായതൊക്കെ ഞാൻ സഹിച്ചു. ഇതും സഹിക്കും. പിന്നെ എൻ്റെ അടുത്ത് ഓരോ സ്റ്റുഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റുഡിയോക്കാരൊക്കെ ഇവിടെ വന്നപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട്, റീല എന്താന്ന് വെച്ചാൽ ഒക്കെ ചെയ്യണോട്ടാ, അറിയുന്നതൊക്കെ ചെയ്യണോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണതാണ് കേട്ടാ. അതാ അവർ പിന്നെ ക്യാമറ ചാനലുകാരൊക്കെ ഇവിടെ വന്നപ്പോഴേ അവർ ഓഫീസർമാർ ഫോണിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, എന്താണെന്ന് വെച്ചൊക്കെ ചേച്ചി ഇട്ടോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോന്നോരോന്നൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കാൻ വേണ്ടേ. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ തള്ളച്ചി അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. മരിക്കണ ആരാണ് മരിക്കണമെന്ന് അറിയാൻ പറ്റുമോ? ഇപ്പം എന്തോരം ചെറിയ ചെറിയ പിള്ളേരായാലും ചെറുപ്പക്കാരായാലും എന്തെല്ലാം കാര്യത്തിൽ നമുക്കൊക്കെ ഇത്രയും ആയസ് പടച്ചോൻ തന്നില്ലേ. ഇത്രയും പ്രായമായിട്ട് കണ്ണിൻ്റെ കാഴ്ച, ചെവിൻ്റെ കേൾവി, പഴയ കാലത്തൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എൻ്റെ 10 വയസ്സിലൊക്കെ ഉള്ള പാട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് പാടിയിട്ട് തന്നിട്ടില്ല. അപ്പം അങ്ങനെ അതൊക്കെ ആവതുള്ളിടത്തോളമൊക്കെ നടക്കും. പിന്നെ പ്രായം അതൊന്നും ഞാൻ നോക്കാറില്ല. പ്രായത്തിൻ്റെ പ്രശ്നമൊന്നും ഇപ്പം വീട് മാറുന്നതൊരു ടെൻഷനാണെന്ന് മാത്രമേ ഉള്ളൂ. മുകളിലുമാണ് ഇത്. ഇതിൻ്റെ താഴത്താണ് മതിൽക്കെട്ടിനുള്ള ഒറ്റ വീടാണ്. അതും വീടൊക്കെ ഒറ്റ വീടാണ്. മതിൽക്കെട്ടിനുള്ള വീട്ടുകാരത്തി ഒരു പെണ്ണും നമ്മളും മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല വീടൊക്കെയാണ്. അപ്പം പാട്ടൊക്കെ ഇടാം. ഞാൻ അവിടെ ചെന്നാൽ ഇതൊക്കെ ശരിയാക്കിയിട്ട് വേണം. അപ്പം ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ചിലപ്പോൾ മുടങ്ങും. പറയാൻ പറ്റൂല എങ്ങനെയാണെന്ന്. ചിലപ്പോൾ 5-6 ദിവസം മുടങ്ങും, ചിലപ്പോൾ
ഇടും. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ അത് എങ്ങനെ അലങ്കോലമായിട്ടൊക്കെ കിടക്കണേണ്. ഒതുക്കി പെറുക്കിയൊക്കെ അങ്ങനെ ഇരിക്കണ സോറത്താത്താൻ്റെ വീടൊക്കെ എല്ലാവരും ഒന്നും കൂടി കണ്ടു. കണ്ടാ എന്താ എന്താ ഇത്രയും സൗകര്യമില്ല, പോണോടത്ത് ഇത്രയും സൗകര്യമില്ലല്ല. ഒതുക്കണം, ഒതുക്കി കൊള്ളിക്കണം. 3 റൂം അടുക്കള കോലായിണ്ട്. ഇവിടെ പുറത്തേക്കൊക്കെ സ്ഥലം ഉണ്ടല്ലോ, മതിൽക്കെട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട്. അവിടെ പുറത്തില്ല, മുകളിലായതുകൊണ്ട് ആ റൂം മാത്രം കൊള്ളൂ, പുറത്തോട്ടേക്ക് ഇറങ്ങാനൊന്നും സ്ഥലമില്ല. അപ്പം അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും സോറത്താത്താൻ്റെ വീടും സോറത്താത്താക്ക് ആരോഗ്യം ഉണ്ടാകാനൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ.